തുടർന്ന് വിവാദമായ 3 കർഷക നിയമങ്ങൾ പിൻവലിച്ച് 3 വർഷം തികയുമ്പോൾ ആ നിയമങ്ങളിലൂടെ ഉന്നമിട്ട് ഏകീകൃത ദേശീയ കാർഷിക വിപണി രാജ്യത്ത് സ്ഥാപിക്കാൻ പുതിയ നീക്കവുമായിട്ട് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ട് ദേശീയ കാർഷിക വിപണന നയത്തിന്റെ ചട്ടക്കൂട് സംബന്ധിച്ച് കരട് രേഖ കേന്ദ്ര കൃഷി വകുപ്പ് നവംബർ 25-നാണ് പ്രസിദ്ധീകരിച്ചത്. പിൻവലിച്ച കാർഷിക നിയമങ്ങളിലെ സ്വകാര്യവൽക്കരണ വ്യവസ്ഥകളിൽ ചിലത് വീണ്ടും കൊണ്ടുവരാനുള്ള അണിയറ നീക്കത്തിന്റെ ഭാഗമായാണ് കരട് ദേശീയ കാർഷിക വിപണന നയം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കാർഷിക നിയമങ്ങൾ വേദനയോടെയാണ് പിൻവലിച്ചത് എന്നും അത് തിരികെ വരിക തന്നെ ചെയ്യുമെന്നും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രസ്താവിച്ചിരുന്നു. 2021 കാർഷിക നിയമങ്ങൾ പിൻവലിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എന്നാരോപിച്ച് കർഷക സംഘടനകൾ വീണ്ടും സമരത്തിനിറങ്ങുന്നതിനിടയിലാണ് കാർഷിക വിപണന പരിഷ്കാരത്തിനുള്ള കേന്ദ്രത്തിന്റെ നീക്കം എന്ന് പറയുന്നത്. 1955-ലെ ആവശ്യവസ്തു നിയമ ഭേദഗതി സർക്കാർ നിയന്ത്രണമുള്ള അഗ്രികൾച്ചറൽ പ്രൊസ്യൂഡ് മാർക്കറ്റിംഗ് കമ്മിറ്റി, വിപണികൾക്ക് പുറത്ത് വിപണനം നടത്താൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി, രാജ്യവ്യാപകമായിട്ട് പ്രാബല്യമുള്ള കരാർ കൃഷി നിയമം എന്നീ 3 നിയമങ്ങളാണ് 3 വർഷം മുമ്പ് കർഷക സമരത്തെ തുടർന്ന് കേന്ദ്രം പിൻവലിച്ചത്. ഇതിൽ സ്വകാര്യ കാർഷിക വിപണികൾ സ്ഥാപിച്ച് APMC വിപണികൾക്ക് പുറത്ത് വിപണനം നടത്താൻ അനുവദിക്കുന്ന വ്യവസ്ഥകളാണ് കരട് ദേശീയ കാർഷിക വിപണന നയത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര കൃഷി അഡീഷണൽ സെക്രട്ടറി ഫയീസ് അഹമ്മദ് കിദ്വായി അധ്യക്ഷനായ 12-അംഗ കമ്മിറ്റി തയ്യാറാക്കി കരട് നയത്തിലെ ശുപാർശകളെക്കുറിച്ചാണ് ഡിസംബർ 10-ന് മുമ്പ് അഭിപ്രായം അറിയിക്കാൻ അവസരമുണ്ടായിരുന്നത്. 3-ാം മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ 2024 ജൂൺ 25-ന് കേന്ദ്ര കൃഷി മന്ത്രാലയം നിയമിച്ച കമ്മിറ്റി 5 മാസം കൊണ്ട് കരട് നയം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുകയായിരുന്നു. എല്ലാ വിഭാഗം കർഷകർക്കും ഏറ്റവും നല്ല വില കിട്ടുന്ന രാജ്യത്തെ ഏത് കാർഷിക വിപണനയിലും ഉൽപ്പന്നം വിറ്റഴിക്കാൻ അവസരമൊരുക്കുകയാണ് ദേശീയ കാർഷിക വിപണന നയത്തിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് സുതാര്യവും കുറ്റമറ്റതുമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നത്. കൃഷി സംസ്ഥാന വിഷയമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര നിയന്ത്രണത്തിൽ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ഒരു ദേശീയ കാർഷിക വിപണി സ്ഥാപിക്കുകയാണ് കരട് കാർഷിക വിപണന നയം അത്യന്തമായി ലക്ഷ്യമിടുന്നത്. ദേശീയ കാർഷിക വിപണന നയം നടപ്പാക്കാൻ GST കമ്മിറ്റിയുടെ മാതൃകയിൽ ഒരു എംബേഡ് കമ്മിറ്റി രൂപീകരിക്കാനാണ് നിർദ്ദേശം. എല്ലാ സംസ്ഥാനങ്ങളിലെയും കൃഷിമന്ത്രിമാർ അംഗങ്ങളായ എംബേഡ് കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കൃഷിമന്ത്രി അധ്യക്ഷനായിരിക്കും. കേന്ദ്ര കാർഷിക വിപണന നയത്തിന്റെ മാതൃകയിൽ സംസ്ഥാനങ്ങളും സംസ്ഥാന കാർഷിക വിപണന നയത്തിന്റെ ചട്ടക്കൂട് തയ്യാറാക്കണം. ഇത് പരിശോധിച്ച് കേന്ദ്ര നയത്തിൽ നിന്നുള്ള വ്യതിയാനം ഇല്ലാതാക്കി ഒരു രാജ്യം ഒരു കാർഷിക വിപണി എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നത് എംബേഡ് കമ്മിറ്റിയുടെ ചുമതലയിലായിരിക്കും. ഇതോടെ രാജ്യത്തൊന്നാകെ കാർഷിക വിപണിക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു ലൈസൻസ്, ഒരു രജിസ്ട്രേഷൻ എന്നീ സംവിധാനവും നിലവിൽ വരുന്നുണ്ട്. ഇത് നടപ്പാക്കാൻ കേന്ദ്രത്തിൽ എംബേഡ് കമ്മിറ്റിക്ക് കീഴിൽ പ്രത്യേക സെക്രട്ടറിയും ഉണ്ടായിരിക്കും. കർഷക വിപണനത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശം ഘട്ടം ഘട്ടമായി കേന്ദ്രത്തിലേക്ക് കൈമാറുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ 2003-ൽ തയ്യാറാക്കിയ മാതൃക APMC നിയമവും അതിന്റെ 2014-ലെ ഭേദഗതിയും കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത കാലത്ത് ചൂണ്ടിക്കാട്ടിയ 12 കാർഷിക വിപണന പരിഷ്കാരങ്ങളും സംസ്ഥാനങ്ങൾ നടപ്പാക്കുമെന്ന് കരട് ദേശീയ കാർഷിക വിപണന നയം ആവശ്യപ്പെടുന്നുണ്ട്. രാജ്യത്തെ മൊത്തം കാർഷിക വ്യാപാരം പ്രധാനമായി നടക്കുന്നത് 7507 APMC നിയന്ത്രിത മാർക്കറ്റുകളിലൂടെയാണ്. ഇവയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല, സേവനം എല്ലാ കർഷകർക്കും ലഭിക്കുന്നുമില്ല. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, കർണാടക, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലായി 125 മൊത്ത വ്യാപാര സ്വകാര്യ കാർഷിക ചന്തകൾ രാജ്യത്തുണ്ട്. ഈ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ കാർഷിക മൊത്ത വ്യാപാര ചന്തകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ഇത് മത്സരക്ഷമതയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നാണ് കരട് നയത്തിൽ പറയുന്നത്. ആത്യന്തികമായി ഓരോ സംസ്ഥാനത്തിനും ഒരു ജില്ലയിൽ മൊത്ത വ്യാപാര കാർഷിക വിപണി വീതമെങ്കിലും സ്ഥാപിക്കാൻ തയ്യാറാകണം. വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കിയെങ്കിലും മുമ്പ് കേന്ദ്രം പിൻവലിച്ച APMC നിയമ ഭേദഗതി, കരാർ കൃഷി നിയമ ഭേദഗതി എന്നീ വിവാദ നിയമങ്ങളിലെ പ്രധാന വ്യവസ്ഥകൾ കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ച് കരട് ദേശീയ കാർഷിക വിപണന നയ ചട്ടക്കൂട്ടിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. കർഷകരുടെ വിപണനം സുഗമമാക്കി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് നയത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ ഫലത്തിൽ കാർഷിക വിപണന മേഖലയിലേക്കുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ പ്രവേശനവും അവരുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും ലളിതമാക്കുകയാണ് കരട് നയം ചെയ്യുന്നത്. GST മാതൃകയിൽ എംബേഡ് കമ്മിറ്റി രൂപീകരിച്ച് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ഘട്ടം ഘട്ടമായിട്ട് ഒരു പാൻ ഇന്ത്യൻ ഏകീകൃത കാർഷിക വിപണി സ്ഥാപിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഈ ഏകീകൃത വിപണിയുടെ നിയന്ത്രണം കേന്ദ്രത്തിനായിരിക്കും ഉണ്ടാകുന്നത്. അതിന് വിവാദങ്ങൾ ഒഴിവാക്കി കുറെ കൂടി സുരക്ഷിതമായിട്ടുള്ള ഒരു പാതയാണ് കരട് ദേശീയ കാർഷിക വിപണന നിയമത്തിലൂടെ ഗവൺമെന്റ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്.